ഹലോ, എൻ്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് സ്കെയിൽസ് ആണ്. അപ്പോൾ മെഷർമെൻറ്റ് സ്കെയിൽസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിനെപ്പറ്റി മെഷർമെൻറ്റ് എന്താണെന്ന് പറയണം. അപ്പോൾ മെഷർമെൻറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എനി സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഏതൊരു സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ എടുത്തു നോക്കിയാലും അതിൻ്റെ എല്ലാം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മെഷർമെൻ്റ് ആയിരിക്കും. അതായത് അതിൻ്റെ ഡെഫിനേഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ മെഷർമെൻറ്റ് ഈസ് ദ അസൈൻമെൻറ്റ് ഓഫ് നമ്പേഴ്സ് ടു ഒബ്ജക്റ്റ്. അതായത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഒരു നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് വെൻ വി യൂസ് എ പേഴ്സണാലിറ്റി ടെസ്റ്റ്. നമ്മളൊരു പേഴ്സണാലിറ്റി ടെസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെയിനായിട്ടൊരു ടോപ്പിക്കാണ്, അതായത് മെഷർമെൻറ്റ് സ്കെയിൽസ്. മെയിനായിട്ട് 4 ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ് സ്കെയിൽസ് ആണുള്ളത്. ഫസ്റ്റ് വൺ നോമിനൽ സ്കെയിൽ, സെക്കൻഡ് വൺ ഓർഡിനൽ സ്കെയിൽ, തേർഡ് വൺ ഇൻ്റർവൽ സ്കെയിൽ ആൻഡ് ഫോർത്ത് വൺ റേഷ്യോ സ്കെയിൽ. നമുക്ക് ഓരോന്നിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് നോമിനൽ സ്കെയിലാണ്. നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നോട്ട് റിയലി എ സ്കെയിൽ ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് സ്കെയിൽ ഒബ്ജക്ട്സ് അലോങ് എനി ഡയമെൻഷൻ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്കെയിലല്ല, കാരണം അത് ഒരു ഒബ്ജക്റ്റിന് അത് ഒരു ഏത് ഡയമെൻഷനിലും അത് സ്കെയിൽ ചെയ്യണില്ല. പക്ഷേ ഇറ്റ്സ് സിംപ്ലി എ ലാബൽസ് ഒബ്ജക്ട്സ്. അതായത് ഒരു ഒബ്ജക്റ്റിന് ലാബൽ കൊടുക്കുക എന്നുള്ള മാത്രമാണ് നോമിനൽ സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ജെൻഡർ ഇസ് എ നോമിനൽ സ്കെയിൽ. അതായത് നമ്മൾ ഫീമെയിൽ, മെയിൽ ഇതൊക്കെ നമ്മളൊരു ഒബ്ജക്റ്റിന് കൊടുക്കുന്ന ലാബലാണല്ലോ. വേറെയും കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുന്നുള്ളൂ. അടുത്തതെന്ന് പറഞ്ഞാൽ ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിൽ നമ്പേഴ്സ് ആർ യൂസ്ഡ് ടു പ്ലേസ് ഒബ്ജക്ട്സ് ഇൻ ഓർഡർ. അതായത് ഒരു ഒബ്ജക്ട്സിനെ നമ്മൾ ഓർഡർ ചെയ്ത് വരിക, അതിന് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്ട്സിനെ ഓർഡർ ചെയ്യണതിനാണ് നമ്മൾ ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ബട്ട് ദർ ഈസ് നോ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് ഓൺ ദ സ്കെയിൽ. അതായത് നമ്മൾ കുറച്ച് ഒബ്ജക്ട്സ് ഇങ്ങനെ ഓർഡർ ചെയ്ത് വരുമ്പോൾ രണ്ട് ഒബ്ജക്ട്സിൻ്റെ ഇടയിലുള്ള ഡിഫറൻസസിനെ കുറിച്ച് ഒരു ഐഡിയയും ഈ ഒരു ഓർഡിനൽ സ്കെയിലിൽ ഉണ്ടാവില്ല. അതിനൊരു എക്സാമ്പിളാണ് ചില റേസൊക്കെ നടക്കുന്ന ടൈമിൽ ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്, തേർഡ് പ്ലേസ് ഇങ്ങനെ പ്ലേസൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഫസ്റ്റ് പ്ലേസ് കിട്ടിയ ആളും സെക്കൻഡ് പ്ലേസ് കിട്ടിയ ആളും റേസ് കംപ്ലീറ്റ് ചെയ്ത ടൈമിൻ്റെ ഡിഫറൻസ് ഒന്നും മെൻഷൻ ചെയ്യില്ല. ഇതാണ് ഒരു ഓർഡിനൽ സ്കെയിലിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻ്റർവൽ സ്കെയിൽ. An interval scale is a scale on which equal intervals between objects represent equal differences. അതായത് നമ്മൾ ഓർഡിനൽ സ്കെയിലിൽ പറഞ്ഞു, ആ ഒരു സ്കെയിലിൽ രണ്ട് ഒബ്ജക്ട്സിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് മെൻഷൻ ചെയ്യണില്ല. പക്ഷേ ഇൻ്റർവൽ സ്കെയിലിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്കെയിലിൽ രണ്ട് ഒബ്ജക്ട്സിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അതാണ് ഈ ഇൻ്റർവൽ സ്കെയിലിൽ പറയുന്നത്. ഇതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഫാരൻഹൈറ്റ് സ്കെയിൽ, ടെമ്പറേച്ചറിൻ്റെ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇതിൻ്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് പെർസെൻറ്റൈൽ റാങ്കും റേറ്റിംഗ് സ്കെയിലുമാണ്. അപ്പോൾ ആദ്യം പെർസെൻറ്റൈൽ റാങ്ക് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് പെർസെൻറ്റൈൽ എന്താണെന്ന് പറയാം. എ പെർസെൻറ്റൈൽ ഇസ് ദ സ്കോർ അറ്റ് വിച്ച് എ സ്പെസിഫൈഡ് പെർസെൻറ്റേജ് ഓഫ് സ്കോർസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഫോൾ ബിലോ. എന്ന് വെച്ചാൽ ഒരു ഡിസ്ട്രിബ്യൂഷനിലെ സ്കോർസിൻ്റെ പെർസെൻറ്റേജിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് പെർസെൻറ്റൈൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടു സേ എ സ്കോർ 53 is in the 75th percentile is to say that 75% of all scores are less than 53. ഒരു എക്സാമ്പിളായിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എടുക്കുകയാണ്. ആ ഡിസ്ട്രിബ്യൂഷനിൽ 53 എന്ന് പറയുന്ന സ്കോർ, ആ സ്കോറിൻ്റെ പെർസെൻറ്റൈൽ 75 ആണ്. അപ്പോൾ അതെന്താ ഡിനോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കി 75% ഓഫ് സ്കോർസും 53നെക്കാട്ടിലും ലെസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ. ഇനി പെർസെൻറ്റൈൽ റാങ്ക് എന്താണെന്ന് നോക്കാം. ദ പെർസെൻറ്റൈൽ റാങ്ക് ഓഫ് എ സ്കോർ ഇൻഡിക്കേറ്റ്സ് ദ പെർസെൻറ്റേജ് ഓഫ് സ്കോർസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഫാൾ അറ്റ് ഓർ ബിലോ ദാറ്റ് സ്കോർ. പെർസെൻറ്റൈൽ സ്കോർ റാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന സ്കോർസിൻ്റെ പെർസെൻറ്റേജിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പെർസെൻറ്റൈൽ റാങ്ക് എന്ന് പറയാം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പെർസെൻറ്റൈൽ റാങ്ക് ഈസ് യൂസ് ടു ക്ലാരിഫൈ ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്കോർസ് ഓൺ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. പെർസെൻറ്റൈൽ റാങ്ക് മെയിൻലി യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിൻ്റെ സ്കോർസ് ഇൻ്റർപ്രിറ്റ് ചെയ്യാനാണ്. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ
എ ഫോം ഓഫ് ടെസ്റ്റ് ദാറ്റ് റിക്വയർസ് ഓൾ ടെസ്റ്റ് ടേക്കേഴ്സ് ടു ആൻസർ ദ സെയിം ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരു ടെസ്റ്റ് കൊടുത്തു, ആ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ ടെസ്റ്റ് ടേക്കേഴ്സും ഒരേ ക്വസ്റ്റ്യൻസ് തന്നെ ആൻസർ ചെയ്യണം എന്നുള്ള ആ ഒരു ഫോമിനെയാണ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിൻ്റെ സ്കോഴ്സിന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർസെൻറ്റൈൽ റാങ്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത പോയിന്റ്, പെർസെൻറ്റൈൽ റാങ്ക്സ് ആർ നോട്ട് ഓൺ ഈക്വൽ ഇൻ്റർവൽ സ്കെയിൽ. പെർസെൻറ്റൈൽ റാങ്ക്സ് ഈക്വൽ ഇൻ്റർവൽ സ്കെയിൽ അല്ല ഫോളോ ചെയ്യുക. ഈക്വൽ ഇൻ്റർവൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു സ്കോഴ്സ് ഇസ് നോട്ട് ദ സെയിം ബിറ്റ്വീൻ എനി അതർ ടു സ്കോഴ്സ് ഹൂസ് ഡിഫറൻസ് ഇൻ പെർസെൻറ്റൈൽ റാങ്ക് ഇസ് ദ സെയിം. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ 50 - 25 = 25, 60 - 35 = 35. അപ്പം ഇതിൽ പെർസെൻറ്റേജ് സ്കോർ, അതായത് 25 സെയിം ആണ്. ഇത് രണ്ടും 25 സെയിം ആണ്. അതായത് പെർസെൻറ്റേജ് റാങ്ക് ഇവിടെ സെയിം ആണ്. പക്ഷേ ഇവിടെ ഡിസ്റ്റൻസ്, ഇവിടെ ഒരു ഈ രണ്ട് ഡിസ്റ്റൻസും സെയിം അല്ല. കാരണം ഇവിടെ 50 - 25ഉം ഇവിടെ 60 - 35ഉം. അപ്പം ഈ സ്കോർസ്, ഈ ഡിസ്റ്റൻസ് സെയിം അല്ല. അപ്പം ഇതാണ് പറഞ്ഞത് പെർസെൻറ്റേജ് റാങ്ക്സ് ആർ നോട്ട് ആൻ ഈക്വൽ ഇൻ്റർവൽ സ്കെയിൽ. ഇത് ഈക്വൽ ഇൻ്റർവൽ സ്കെയിൽ അല്ല ഫോളോ ചെയ്യുന്നത് പെർസെൻറ്റേജ് റാങ്ക്. ഇനി പെർസെൻറ്റൈൽ റാങ്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ CF × 0.5 FI / N × 100%. CF എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അത് ഫ്രീക്വൻസി ഒക്കെ അതിൻ്റെ ഫ്രീക്വൻസി എല്ലാം ആഡ് ചെയ്തിട്ട് അങ്ങനെ പോണ ഒരു ഇതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പിന്നെ FI എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, ആ സ്കോഴ്സിൻ്റെ ഒക്കെ ഫ്രീക്വൻസി. ആ സാമ്പിളിൽ എത്ര നമ്പർ ഓഫ് എക്സാമിനേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് N എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്കൽ ഫോർമുല. അപ്പം ഇത്രയേ ഉള്ളൂ പെർസെൻറ്റൈൽ റാങ്ക് എന്ന് പറയുന്നത്. ഒന്നും കൂടെ ഷോർട്ടാക്കി പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ പെർസെൻറ്റൈൽ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷനിൽ സ്കോഴ്സിൻ്റെ പെർസെൻറ്റേജ് ഡിനോട്ട് ചെയ്യുന്നതാണ് പെർസെൻറ്റൈൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ 53 എന്ന് പറയുന്നത് ഒരു സ്കോറാണെങ്കിൽ അതിന് കൊടുത്തിട്ടുള്ളത് 75th പെർസെൻറ്റേജാണ്. അപ്പോൾ അത് ഡിനോട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ബാക്കിയുള്ള 75% സ്കോഴ്സും 53നെക്കാട്ടിലും ലെസ്സാണ് എന്നുള്ളതാണ്. പിന്നെ അടുത്ത പോയിന്റ്, ഇത് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിൻ്റെ സ്കോഴ്സ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ പെർസെൻറ്റൈൽ റാങ്ക് ഈക്വൽ ഇൻ്റർവൽ സ്കെയിൽ അല്ല ഫോളോ ചെയ്യുന്നത്. പിന്നെ മാത്തമാറ്റിക്കൽ ഫോർമുല ഇതാണ് CF × 0.5 FI / N × 100%. അപ്പം ഇത്രയേ ഉള്ളൂ പെർസെൻറ്റൈൽ റാങ്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത എൻ്റെ ടോപ്പിക്കാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, റേറ്റ് ചെയ്യുക. റേറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്കറിയാം. നമ്മളെന്തെങ്കിലും ആപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളോട് ഇങ്ങനെ റേറ്റ് ചെയ്യാൻ ചോദിക്കും. അത് ചിലപ്പോൾ സ്റ്റാർ ആയിരിക്കും, അല്ലെങ്കിൽ 1 to 3 അങ്ങനെ 1 to 5 വരെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഇമോജീസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെഫിനേഷൻ നോക്കാം. റേറ്റിംഗ് സ്കെയിൽ റെഫേഴ്സ് ടു സ്കെയിൽ വിത്ത് എ സെറ്റ് ഓഫ് ഒപ്പീനിയൻ വിച്ച് ഡിസ്ക്രൈബ്സ് വാരിയിങ് ഡിഗ്രി ഓഫ് ദ ഡയമെൻഷൻസ് ഓഫ് എൻ ആറ്റിറ്റ്യൂഡ് ഓർ എ ഫിനോമിനൻ ബീങ് ഒബ്സർവ്ഡ്. ഇത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ഒപ്പീനിയനാണ്. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യണ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ അല്ലെങ്കിൽ ഫിനോമിനൻ്റെ വാരിയിങ് ഡിഗ്രി ഓഫ് ഡയമെൻഷൻസിനെ ചെക്ക് ചെയ്യുന്നതാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഒന്നുകൂടി സിമ്പിളായി പറയുകയാണെങ്കിൽ, എ റേറ്റിംഗ് സ്കെയിൽ ഇസ് എ ടൂൾ ഇൻ വിച്ച് വൺ പേഴ്സൺ സിംപ്ലി ചെക്സ് ഓഫ് അനദർ പേഴ്സൺസ് ലെവൽ ഓഫ് പെർഫോമൻസ്. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ്. ഒരു പേഴ്സണ് വേറൊരു പേഴ്സൻ്റെ ലെവൽ ഓഫ് പെർഫോമൻസിനെ ചെക്ക് ചെയ്യുന്ന ഒരു ടൂളാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി റേറ്റിംഗ് സ്കെയിൽ കുറേ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ആ ടൈപ്സ് ഞാനല്ല എടുക്കുന്നത്, വേറൊരാളാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ 2 ടൈപ്സ് പറയുന്നുണ്ട്. ഒന്ന് ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിൽ. ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റേറ്റിംഗ് ഈ ഒരു കുറച്ച് ന്യൂമറിക്കലായിരിക്കും, അതായത് 1 to 5 അങ്ങനെ ഇതുപോലെ. ഇപ്പോൾ 1 ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും, 5 ആണെങ്കിൽ വേഴ്സ്റ്റ്, അങ്ങനെ റേറ്റ് ചെയ്യുന്നതാണ് ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 point റേറ്റിംഗ് സ്കെയിലാണ്. അതായത് ഇപ്പോൾ നമ്മൾ വല്ല ഗൂഗിൾ ഫോം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കും, ഓൾവേസ് അഗ്രി, സംടൈംസ് അഗ്രി, നെവർ അഗ്രി, അങ്ങനെയൊക്കെ. അപ്പം അതാണ് 3 point റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അതവിടെ 3 point ആയിരിക്കും ഉണ്ടാവുക, അതായത് ഓൾവേസ്, സംടൈംസ്, നെവർ. അപ്പം ഇത്രയേ ഉള്ളൂ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ടോപ്പിക്ക്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്നോട് ചോദിക്കാം. Thank you. Hi, scaling test scores in several tests എന്നുള്ളതാണ് എൻ്റെ ടോപ്പിക്ക്. ഇൻ സ്കോളാസ്റ്റിക് ടെസ്റ്റ് ഓഫൺ എ കോമ്പോസിറ്റ് സ്കോർ ഈസ് റിക്വയർഡ് ഫോർ എ പേഴ്സൺ ഹു ഈസ് അപ്പിയറിംഗ് ഇൻ സെവറൽ ടെസ്റ്റ്. പല ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്ന ഒരു ഇൻഡിവിജ്വലിന് ഒരു കോമ്പോസിറ്റ് സ്കോർ ആവശ്യമാണ്. ദ പ്രൊസീജിയർ ഓഫ് ആഡിംഗ് റോ സ്കോർസ് ഓൺ ദ ടെസ്റ്റ് ടു ഗെറ്റ് എ കോമ്പോസിറ്റ് സ്കോർ ഫോർ the individual is not a valid one, since the same row score X on different tests may involve different degrees of abilities and hence may not be equivalent in different tests.
ഒരു ഇൻഡിവിജ്വലിന് കോമ്പോസിറ്റ് സ്കോർ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ടെസ്റ്റിലേക്ക് ഒരു റോ സ്കോർ ആഡ് ചെയ്യുന്നത് വാലിഡ് അല്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം റോ സ്കോറിന് ഡിഫറെൻറ്റ് ടെസ്റ്റിൽ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് എബിലിറ്റീസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ ഇക്വാലൻ്റ് ആയിരിക്കില്ല. All the raw scores should therefore be converted into some equivalent comparable score before they can be added up to obtain a composite score. എല്ലാ റോ സ്കോറുകളും ഒരു കോമ്പോസിറ്റ് സ്കോർ ലഭിക്കുന്നതിന് മുന്നേ അത് ഇക്വാലൻറ്റ് കമ്പയറബിൾ സ്കോറായിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ കുറച്ച് സ്കെയിലിംഗ് പ്രൊസീജിയേഴ്സാണ്. പെർസെൻറ്റൈൽ സ്കെയിലിംഗ്, പെർസെൻറ്റൈൽ റാങ്ക്, റേറ്റിംഗ് സ്കെയില്. പെർസെൻറ്റേജ് സ്കെയിലിംഗ് പറഞ്ഞാൽ ആൻ ഇൻഡിവിജ്വൽസ് പെർസെൻറ്റേജ് റാങ്ക് ഓൺ എ ടെസ്റ്റ് ഡിനോട്ട് ദി പെർസെൻറ്റേജ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹാവിംഗ് സ്കോർ നോട്ട് എക്സീഡിങ് ദി ഇൻഡിവിജ്വൽ സ്കോർ. ഒരു ടെസ്റ്റിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പെർസെൻറ്റേജ് റാങ്ക് ഡിനോട്ട് ചെയ്യുന്നത് ആ ഇൻഡിവിജ്വലിൻ്റെ സ്കോറിൻ്റെ പെർസെൻറ്റേജിനാണ്. ദാറ്റ് നോട്ട് എക്സീഡിങ് ദി ഇൻഡിവിജ്വൽ സ്കോർ. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂവിന് താഴെ വരുന്ന സ്കോറുകളുടെ പെർസെൻറ്റേജിനെയാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, if a student has a percentile rank of 30, it means that 30% of group which he is a member scored below his mark. ഒരു സ്റ്റുഡൻറ്റിന് 30% റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 13% സ്റ്റുഡൻസ് ആ സ്റ്റുഡൻറ്റിൻ്റെ സ്കോറിനേക്കാൾ കുറവായിരിക്കും എന്നാണ് പറയണത്. വേറൊരു എക്സാമ്പിളാണ്, ഇപ്പം ഒരു 1000 സ്റ്റുഡൻസ് പങ്കെടുക്കുന്ന ഒരു എക്സാമിനേഷനിൽ ഒരു കുട്ടിക്ക് 90% കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ 90% സ്റ്റുഡൻസ് ആ കുട്ടീൻ്റെ സ്കോറിൻ്റെ താഴെയാണ് വരുന്നത്. ആ കുട്ടീൻ്റെ സ്കോറിൻ്റെ എബോവ് വരുന്നത് 10% സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ. പിന്നെ പെർസെൻറ്റേജ് സ്കോർസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതേപോലെ തന്നെ അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് ഓൺലി എ കമ്പയറബിൾ സ്കോറാണ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റിഫ്ലക്ട് ദി ഇൻഡിവിജ്വൽസ് അബ്സല്യൂട്ട് എബിലിറ്റി. അപ്പം ഇത്രയുള്ളതിൻ്റെ ടോപ്പിക്ക്. പിന്നെ ഇതിൽ അടുത്തത് വരുന്നത് പെർസെൻറ്റേജ് റാങ്കും റേറ്റിംഗ് സ്കെയിലുമാണ്. അത് അടുത്ത ആളെടുക്കും. സ്കെയിലിംഗ് ടെസ്റ്റ് ഐറ്റംസ് ഇൻ ടേംസ് ഓഫ് ഡിഫിക്കൽട്ടി. അതായത് നമുക്കിപ്പം എന്തെങ്കിലും ഐറ്റംസ് എന്തെങ്കിലും ഡാറ്റാസ് ഒക്കെ തന്നാൽ നമ്മളതിനെ യൂഷ്വലി നമ്മൾ ഡിഫിക്കൽട്ടി കൂടിയതിന്ന് കുറഞ്ഞതിക്ക് അല്ലെങ്കിൽ കുറഞ്ഞതിന്ന് കൂടിയതിലേക്ക് നമ്മളിങ്ങനെ അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ നമ്മൾ ഓർഡർ ചെയ്യലുണ്ട്. അപ്പോൾ അതേപോലെ അത് നമ്മൾ ഓർഡർ ചെയ്യൽ എങ്ങനെയാണ്, ഒരു ഡിഫിക്കൽട്ടി വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഡിഫിക്കൽട്ടി എന്നുള്ള ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഡിഫിക്കൽട്ടി കൂടിയതാണോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി കുറഞ്ഞതാണോ എന്നുള്ള നമ്മൾ ഇങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യൽ. വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ അറേഞ്ചിങ് ദി ടെസ്റ്റ് ഐറ്റംസ് ഇൻ ദി ഓർഡർ ഓഫ് ഡിഫിക്കൽട്ടി. അതായത് ഫ്രം വെരി സിമ്പിൾ ടു ഡിഫിക്കൽട്ട്. For that, we find the proportion Pi of the individual solving the ith item successfully. ഇനി Pi കണ്ടുപിടിക്കാനാണ്. Pi is equal to number of individuals answering the ith item correctly divided by number of individuals. അതായത് നമ്മൾ ആ പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ഐ എന്ന് പറയുന്നത് ഐറ്റമാണ്. ഈ ഐറ്റം നമ്മളെന്താക്കും, നമ്മൾ ഒരു നമ്പർ ഓഫ് പീപ്പിളിന് കൊടുക്കും. അതിൽ എത്ര ആൾക്കാരാണ് കറക്റ്റായിട്ട് ആൻസർ ചെയ്തത് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര പേർക്കാണോ ആ ഐ എന്നുള്ള ഐറ്റം കൊടുത്തത്. അങ്ങനെ നമ്മൾ Pi കണ്ടുപിടിക്കുക. ഇതിൽ ഐ എന്ന് പറയുന്നത് 1 2 3 4 5 so on k അങ്ങനെയാണ് ഐ എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു എക്സാം നടത്തി, ഈ ഡിഫിക്കൽട്ടി വാല്യൂൻ്റെ എക്സാമ്പിൾ കേട്ടോ. നമ്മളൊരു എക്സാം നടത്തിയാൽ 2 എക്സാം നടത്തി. അതിലൊരു എക്സാമിൽ 80% ഓഫ് ദ ആൾക്കാരും പാസ്സായി. ഓൺലി 20% ആണ് അവിടെ ഫെയിലായത്. അപ്പം ആ എക്സാം ഈസി ആയിരുന്നു. അവിടെ ഡിഫിക്കൽട്ടി വാല്യൂ കുറവായതുകൊണ്ട് കൂടുതൽ പേര് പാസ്സായി. അടുത്ത എക്സാമിൽ 45% ആൾക്കാർ മാത്രമാണ് അവിടെ പാസ്സായത്. കാരണം അവിടെ ഡിഫിക്കൽട്ടി കൂടുതലായതുകൊണ്ട് കുറച്ച് പേരാണ് അവിടെ പാസ്സായത്. നമ്മൾ ഒന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മൾ നോർമലി നമ്മളിത് ഇങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യലാണ്, ഡിഫിക്കൽട്ടി കൂടുതൽ ഏതാണ് കുറഞ്ഞത് ഏതാണെന്നുള്ളത്. ഇനി അടുത്തത് കൺസ്ട്രക്ഷൻ ഓഫ് ഡിഫിക്കൽട്ടി സ്കെയിലാണ്.
We assume that the ability of trait measured is distributed normally about some mean mu and a standard deviation sigma. അതായത് നമ്മൾ അസ്യൂം ചെയ്യാണ് ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ട്രൈറ്റ് എന്താണ് നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരു മീനിന് മ്യൂവും അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സിഗ്മനെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു നമ്മളെ ഡിഫിക്കൽട്ടി സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി ലോസ് ചെയ്യാതെ നമുക്ക് വി ക്യാൻ അസ്യൂം മ്യൂ ഈസ് ഈക്വൽ ടു 0. അതായത് ഇൻ ഫാക്ട് ദ ഡിഫിക്കൽട്ടി വാല്യൂ ഓഫ് എൻ ഐറ്റം ഈസ് യൂഷ്വലി ഡിഫൈൻഡ് ആസ് ദി മിനിമം എബിലിറ്റി റിക്വയർഡ് ടു ആൻസർ ദി ഐറ്റം കറക്റ്റ്ലി. അതായത് ഡിഫിക്കൽട്ടി വാല്യൂ എന്ന് ശരിക്കും നമ്മൾ യൂഷ്വലി ഡിഫൈൻ ചെയ്യണം എന്തെന്ന് വെച്ചാൽ അതായത് ഏറ്റവും മിനിമം ആയിട്ടുള്ള എബിലിറ്റി ദാറ്റ് ഈസ് റിക്വയർഡ് ടു ആൻസർ ദി ഐറ്റം കറക്റ്റ്ലി. ഒരു ഐറ്റം കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം എബിലിറ്റി ഏതാണോ അതിനെയാണ് നമ്മൾ, അതായത് ആ മിനിമം എബിലിറ്റി ഇല്ലേ അതിനെയാണ് നമ്മൾ ഡിഫിക്കൽട്ടി വാല്യൂ എന്ന് നമ്മൾ യൂഷ്വലി ഡിഫൈൻ ചെയ്യൽ. ദസ് ദ ഡിഫിക്കൽട്ടി വാല്യൂ ഓഫ് ZI associated with the ith item is P of Z greater than ZI is equal to PI. PI എന്നുള്ളത് എന്താണ്? ഇനി I എന്ന് പറയുന്നത് എന്താണ്? 1 2 3 so on K അങ്ങനെ ഏതും ആവാം. ഇനി നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഈ ഇക്വേഷൻ എക്സാമ്പിൾക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. 5 problems are solved by 15%, 34%, 50%, 62 and 80% respectively. Of large unselected group, if the 0 point ability of the test is taken to be -3 sigma, what is the sigma value of each problem as measured from this point, assuming that the ability is normally distributed? ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പം 5 പ്രോബ്ലംസ് ആണുള്ളത്. എങ്ങനെ അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ വെച്ചാൽ ഡിഫിക്കൽട്ടീൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ 15, 34, 50, 62 and 80 അങ്ങനെയാണ്. അപ്പോൾ അത് ആൻസർ ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് റൈറ്റ് ദ പ്രൊപ്പോർഷൻ. അപ്പം നമുക്കറിയാം I എന്നിവിടെ എന്താണ് 5 ആണ്. അപ്പോൾ I പറയുമ്പോൾ P1 പറയുമ്പോൾ 1, P2 അല്ല സോറി I പറയണത് 1 2 3 4 5 എന്നാണ്. ഇനി P1 എന്താണ്? ടോട്ടൽ കറക്റ്റ് ചെയ്തത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻഡിവിജ്വൽസ്, അതായത് എത്ര പേരാണോ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻഡിവിജ്വൽസ്. അപ്പം P1 എന്താണ് 0.15, P2 0.34, P3 0.5, P4 0.62, P5 0.8. അപ്പോൾ these are the difficulty values. Now we have to place these items on a normal scale using the equation P of Z greater than ZI is equal to PI. അപ്പോൾ നമ്മൾ ഇനി ഓരോ വാല്യൂവിനും നമ്മളിനി എക്സിക്യൂട്ട് ചെയ്യാണ്, ഡയറക്റ്റ്ലി ഇക്വേഷനിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാണ്. ഇതിൻ്റെ ടോപ്പിക്ക് ടൈപ്സ് ഓഫ് റേറ്റിംഗ് സ്കെയിലാണ്. 3 ടൈപ്സ് ഓഫ് റേറ്റിംഗ് സ്കെയിലാണുള്ളത്: ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ, ഡിസ്ക്രിപ്റ്റീവ് റേറ്റിംഗ് സ്കെയിൽ ആൻഡ് ലൈക്കർട്ട് റേറ്റിംഗ് സ്കെയിൽ. ഇതിൽ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് സ്കെയിൽ ദ പെർഫോമൻസ് ഈസ് ഒറിസോണ്ടലി അറ്റ് വേരിയസ് പോയിന്റ് ഫ്രം ദ ലോവസ്റ്റ് ടു ഹയസ്റ്റ് ന്യൂമറിക്കൽ പോയിന്റ് ഓൺ ദ സ്കെയിൽ. ഇതിൽ പെർഫോമൻസ് നമ്മൾ ഒറിസോണ്ടലി ആണ് മെഷർ ചെയ്യുക. അത് ന്യൂമറിക്കൽ പോയിൻറ്റ്സ് ലോവസ്റ്റ് ടു ഹയസ്റ്റ് ആവും സ്കെയിൽ കാണിക്കുക. പിന്നെ ഇറ്റ് ഈസ് ആങ്കേർഡ് ബൈ 2 എക്സ്ട്രീം റെസ്പോണ്ടൻറ്റ് ഫോർ ക്വസ്റ്റ്യന്. ഒരു റെസ്പോണ്ടൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസിൽ 2 എക്സ്ട്രീം ആങ്കർ, അതായത് 2 റെസ്പോണ്ടൻറ്റ് ഉണ്ടാവും ഒരു ക്വസ്റ്റ്യനിന്. അതായത് ഹൗ മച്ച് ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദ നോയ്സ് കൺട്രോൾ ഇൻ യുവർ വാർഡ്. നമ്മുടെ വാർഡിലുള്ള നോയ്സ് കൺട്രോളുമായിട്ട് നമ്മൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്. അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കാം, സാറ്റിസ്ഫൈഡ് ആവാം, അങ്ങനെ 2 ആങ്കർ എക്സ്ട്രീം റെസ്പോണ്ട് ഉണ്ടാവും. പിന്നെ അടുത്തത് ഡിസ്ക്രിപ്റ്റീവ് റേറ്റിംഗ് സ്കെയിലാണ്. ദിസ് ടൈപ്പ് ഓഫ് റേറ്റിംഗ് സ്കെയിൽ ഡസ് നോട്ട് യൂസ് നമ്പർ. ഇതിൽ നമ്മൾ നമ്പർ യൂസ് ചെയ്യുന്നില്ല.
but divided the assessment into series of verbal phrases to indicate the level of performance. Level of performance indicate ചെയ്യാൻ വേണ്ടിയിട്ട് വെർബൽ ഫ്രേസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ, ജഡ്ജ് ദ ലെവൽ ഓഫ് പെർഫോമൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് പേഴ്സണൽ വർക്കിംഗ് ഇൻ ദ മെഡിക്കൽ ICU. മെഡിക്കൽ ICUവിൽ ജോലി ചെയ്യുന്ന ഹൗസ് കീപ്പേഴ്സിൻ്റെ പ്രകടന നിലവാരം. അത് നമുക്ക് വെരി ആക്റ്റീവ് ആവാം, ആക്റ്റീവ്, മോഡറേറ്റ്ലി ആക്റ്റീവ്, പാസീവ്, ഇങ്ങനെ വെർബലിയാണ് ഇത് പെർഫോമൻസ് മെഷർ ചെയ്യണത്. പിന്നെ മൂന്നാമത്തെ ലൈക്കേർട്ട് സ്കെയിലാണ്. ഇതിൽ ലൈക്കേർട്ട് സ്കെയില് എന്താ പറയുക ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള റെനിൻസ് ലൈക്കേർട്ടാണ്. അദ്ദേഹം ഇത് ഡെവലപ്പ് ചെയ്തത് 1982 ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്ക്. ഇത് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലിംഗ് ടെക്നിക്കാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് നമ്മളെ ആറ്റിറ്റ്യൂഡ്, വാല്യൂ, ഒരു പീപ്പിളിൻ്റെ ആറ്റിറ്റ്യൂഡ്, വാല്യൂ, ഫീലിംഗ് ഒക്കെ മെഷർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ദ ഒറിജിനൽ വേർഷൻ വാസ് ഡെവലപ്ഡ് വിത്ത് 5-point സ്കെയിൽ. ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ 5-point സ്കെയിലാണ് ഡെവലപ്പ് ചെയ്തത്. ഏതൊക്കെ 5 point? സ്ട്രോങ്ലി എഗ്രി, അൺസർട്ടൈൻ, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി. അങ്ങനെ ഇതിൽ മിക്സ്ചർ ഓഫ് പോസിറ്റീവ്, നെഗറ്റീവ് ഡിക്ലറേഷൻസ് ആണ് ഉള്ളത്. പിന്നെ ഓവർ ദർ ക്യാൻ ഓൾസോ ബി ലൈക്കേർഡ് സ്കെയിൽ വിത്ത് 4 points. 4 pointsഉം ലൈക്കേർഡ് സ്കെയിലുണ്ട്. സ്ട്രോങ്ലി എഗ്രി, അൺസർട്ടൈൻ, ഡിസഗ്രി. അതേപോലെ തന്നെ 7 pointsൽ ഉള്ളത് വെരി സ്ട്രോങ്ലി എഗ്രി, അൺസർട്ടൈൻ, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, വെരി സ്ട്രോങ്ലി ഡിസഗ്രി. ലൈക്കേർഡ് സ്കെയിൽ 5 pointsലുള്ളതുണ്ട്, 4 pointsലുള്ളതുണ്ട്, 7 pointsലുള്ളതുണ്ട്. പിന്നെ ഈ താഴെ കാണിച്ചത് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് 5-point ലൈക്കേർഡ് സ്കെയിൽ ടു അസസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് റിഗാർഡിങ് HIV or AIDS. ഇതിൽ ഈ താഴെ കൊടുത്തിട്ടുള്ള ടേബിൾ എന്ന് പറഞ്ഞാൽ 5-point ലൈക്കേർഡ് സ്കെയിലിൻ്റെ ടേബിളാണ്. ഇതിൽ ഏതൊക്കെ സ്ട്രോങ്ലി എഗ്രി, അൺസർട്ടൈൻ, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, ഇങ്ങനെ 5 pointsലുള്ള ടേബിളാണിത്. പിന്നെ ഈ ലൈക്കേർഡ് സ്കെയിലിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ. നമ്മൾ മെഷർ എന്താ പറയുക ഒരു സ്പെസിഫിക് കൺസെപ്റ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, വാല്യൂ, ഫീലിങ്സ് ഒക്കെ മെഷർ ചെയ്യുക. അതായത് ഒരു പീപ്പിളിൻ്റെ സ്പെസിഫിക് കൺസെപ്റ്റിലുള്ള സിറ്റുവേഷൻ, പ്ലേസ്, ഒബ്ജക്റ്റ്, പ്രോഗ്രാം, പ്രാക്ടീസ്, ഇതിനോടൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ്, വാല്യൂ, ഫീലിങ്സ് അങ്ങനത്തെ ഒക്കെ മെഷർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. The scale has qualified measurement of qualitative attribute of people such as feelings, values, attitude, etc. It is also used to assess the opinion of respondent about a particular concept. ഈ സ്കെയിലിന് പീപ്പിൾസിൻ്റെ ഫീലിംഗ്, വാല്യൂ, ആറ്റിറ്റ്യൂഡ് തുടങ്ങിയ വാല്യുബിൾ ആയിട്ടുള്ള ആട്രിബ്യൂട്ടുകളുടെ യോഗ്യതയുള്ള അളവുകൾ, അതായത് മെഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.